الشيطان الرجيم فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം എല്ലാവരും സൊഫിലേക്കൊന്ന് കയറിയിരിക്കും. ചാരിയിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് സൊഫിലേക്ക് കയറിയിരിക്കുക. ഊരക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾ മാത്രം ചാരിയിരുന്നാൽ മതി, ബാക്കി എല്ലാവരും കൂടെ കയറിയിരിക്കും. സൊഫിൻ്റെ ഒരു മര്യാദ പാലിക്കുക. തിരിഞ്ഞിരിക്കുന്ന ആളുകൾ, ചാരിയിരിക്കുന്ന ആളുകളൊക്കെ സൊഫിലേക്ക് കയറിയിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മൾ പലതവണ സൂചിപ്പിച്ചൊരു മേഖലയാണ്. അള്ളാഹുവിൻ്റെ പള്ളിയിലെ ഇരിക്കുന്ന ഇരിപ്പിനൊരു മര്യാദകളും മഹത്വങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പാലിക്കണം. ഹദീസും ആയത്തും കേൾക്കാൻ സ്വഹാബത്ത് അന്ന അല റൂസിന ത്വയ്ർ, ഞങ്ങളുടെ തലയിലൊരു പക്ഷി വന്നിരുന്നാൽ പോലും അത് പറന്നു പോകാത്ത വിധം തല ഞങ്ങൾ അനക്കാതെ പിടിക്കുമെന്ന ആ ഒരു വാചകം നമ്മൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സൊഫിലേക്ക് കയറിയിരുന്ന് ഖുതുബ കേൾക്കാനും അതൊരു ഇബാദത്തായി നമ്മൾ കാണാനും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മുടെ മനസ്സിലെപ്പോഴും ഓർമ്മയിലുണ്ടാവുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അത്രയും ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ചാരിയിരിക്കാതെ നിർവാഹമില്ല, അങ്ങനെ ചില തടസ്സങ്ങളുള്ളവർ മാത്രം ഇസ്ലാം അനുവദിച്ചിട്ടുള്ള അവർക്കുള്ള ഇളവാണ്, അതവർക്ക് സ്വീകരിക്കാം. ഏതൊരു രംഗത്തും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അച്ചടക്കവുമായി ബന്ധപ്പെട്ടൊരു മേഖലയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ലളിതമായ രൂപത്തിൽ ഇത്തരം ഉപദേശങ്ങൾ അങ്ങനെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മളെ ഈമാനിൻ്റെ ഭാഗം കൂടിയാണ് നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് അംഗീകരിക്കുക എന്നുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്നൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തിന് ഒരു ഇസ്സത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു മഹാബത്ത്, അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കുന്നൊരു മഹാബത്തുണ്ട്. അതായത് മുസ്ലിം സമൂഹത്തെക്കുറിച്ച് മറ്റു ആദർശത്തിൻ്റെ ആളുകളുടെ, മറ്റു വിഭാഗക്കാരുടെ കൽബിൽ ഒരു നല്ല ചിന്തയും നല്ല വിചാരവും ഒരു നല്ല ബഹുമാനവും ഇട്ടുകൊടുക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തിന് നൽകിയ സ്ഥാനത്തിൻ്റെ ഇസ്സത്തിൻ്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശത്രുക്കളുടെ കൽബിൽ പോലും ആ പേടിയും ആ ബഹുമാനവും ഒക്കെ കലർന്നിട്ടുള്ള, ഒരാദരവും ബഹുമാനവും ഒക്കെ കലർന്നിട്ടുള്ള ഒരു ചെറിയ പേടിയടക്കം ഉൾക്കൊള്ളുന്ന ഒരു ചിന്ത ഒരു മുസ്ലിം വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മുസ്ലിം സമൂഹത്തെക്കുറിച്ച് അല്ലാഹു മറ്റുള്ളവരുടെ കൽബിൽ നൽകുമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം സമൂഹങ്ങൾ വരാനിരിക്കുന്ന ഒരു ജൂതന്മാരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു യുദ്ധത്തെ സംബന്ധിച്ച് അല്ലാഹു പരാമർശിച്ചിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന വാചകം നമുക്ക് ഇങ്ങനെ കാണാം: വയുസല്ലിത്തുല്ലാഹു അലൈഹിൽ മുഅ്മിനീന. ഈ ശത്രുക്കളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തിന് ഒരാധിപത്യം അല്ലാഹു നൽകുമെന്നാണ്. ആ ആധിപത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സമയത്ത് ഫയഖ്തുലൂനഹും, അന്ന് ശത്രുക്കളെ മുസ്ലിം സമൂഹം കൊന്നൊടുക്കും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, പ്രിയമുള്ള സഹോദരങ്ങളെ, ജൂതന്മാരുമായി നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലാഹു പരാമർശിച്ചിട്ടുള്ള മേഖലയാണ്. അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വരുന്ന സമയത്ത് ഹത്താ അന്ന അശ്ശജറ വൽ ഹജറ യുനാദി യാ അബ്ദുല്ലാഹ് യാ അബ്ദുല്ലാഹ് യാ അബ്ദുറഹ്മാൻ യാ മുസ്ലിം ഹാദൽ യഹൂദി ഫഖ്തുൽഹു. അന്ന് കല്ലുകൾ സംസാരിക്കും, വൃക്ഷങ്ങൾ സംസാരിക്കും.
എൻ്റെ പിന്നാലെ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നുണ്ട്, മുസ്ലിമെ നീ കൊന്നോ എന്ന് കല്ലുകൾ സംസാരിക്കുമെന്ന് പഠിപ്പിച്ച രംഗം വരെ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ പരതുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ മേഖലയെ വിവരിക്കുന്നിടത്ത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അന്ന് മനുഷ്യരുടെ കൽബുകളിൽ മാത്രമല്ല മറ്റുള്ളവരുടെ, അതായത് കല്ലും മരവും വരെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നൊരു കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിവരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു മഹാബത്ത്, ഒരു ആദരവും ഒരു ബഹുമാനവും ഒക്കെ മറ്റുള്ളവരുടെ കൽബിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് അല്ലാഹു നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ആ ആദരവും ബഹുമാനവും മറ്റുള്ളവരുടെ കൽബുകളിൽ നിന്ന് ഇല്ലാതെയാകുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിലുള്ള ചില തിന്മകൾ കാരണത്താൽ, ചില പ്രവർത്തനങ്ങൾ കാരണത്താൽ മറ്റുള്ളവരുടെ കൽബിൽ നിന്ന് ആ ബഹുമാനവും ആദരവും നശിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. അതിൽ പ്രധാനമായി 3 തിന്മകളെ, 3 മേഖലകളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എണ്ണിപ്പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയം. തൗഹീദിൽ വെള്ളം ചേർത്ത് ജീവിക്കുന്ന, തൗഹീദിൽ കളങ്കം ചേർത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് കാണാം. ശിർക്കിന്റെ വക്താക്കളായ ആളുകൾ, ശിർക്കെന്ന മഹാപാതകം മനുഷ്യന്റെ ജീവിതത്തിൽ അധികരിച്ചു കണ്ടാൽ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ആളുകളുടെ മനസ്സിൽ ആ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള നല്ല ധാരണകൾ, ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ള നല്ല ധാരണകൾ മറ്റു മതങ്ങളുടെ, മറ്റു ചിന്തകളുടെ കൽബുകളിൽ നിന്ന് പോലും ഇല്ലാതെയാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മുസ്ലിം സമൂഹത്തിലടക്കം മുമ്പ് കഴിഞ്ഞുപോയ ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചാണ് അല്ലാഹു പരാമർശിച്ചത്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടയിലേക്കും ഈ ആയത്ത് ഓതി ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥയിലാണുള്ളത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നു. എങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്? ഇല്ലാ വഹും മുശ്രികൂൻ, ശിർക്ക് ചെയ്തിട്ടല്ലാതെ, അല്ലാഹുവിന് പങ്കു ചേർത്തുകൊണ്ടാണ് അവർ അല്ലാഹുവിനെ വിശ്വസിക്കുന്നത്. അള്ളയാണ് സൃഷ്ടിച്ചത്, റബ്ബാണ് ഖാലിഖ്, അള്ളയാണ് മാലിക്, അള്ളയാണ് മുത്തസറിഫ് എന്നൊക്കെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് അവരുടെ വിശ്വാസം? ഇല്ലാ വഹും മുശ്രികൂൻ, അവരുടെ ഹൃദയത്തിൽ ശിർക്ക് ചെയ്തുകൊണ്ടാണ് അവർ വിശ്വസിക്കുന്നത് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് കാണാം. അങ്ങനെയുള്ള വിശ്വാസം ഒരു ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ച മേഖല എന്താണ്? നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസും പഠിപ്പിക്കുകയാണ്. നബി റളിയല്ലാഹു അൻഹു, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ തുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒരു തരത്തിലും നിങ്ങൾ ശിർക്ക് വെക്കരുതേ, പങ്കു ചേർക്കരുതേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ഖുതിഅത വ ഹുരികത, നിന്നെ കഷ്ണം കഷ്ണമായി മുറിച്ചു കളഞ്ഞാലും ശരി, വഹുരികത, നിന്നെ കരിച്ചു കളഞ്ഞാലും ശരി, ശിർക്കിലേക്ക് മനുഷ്യരെ നിങ്ങൾ പോകരുതെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ശിർക്കിന്റെ ഗൗരവം അത്രയുണ്ട്. അതുകൊണ്ട് ആ ശിർക്ക് ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു, ജനങ്ങൾ അധികമായി ശിർക്കിലേക്ക് അധികരിച്ചു കൊണ്ടിരിക്കുന്ന കാലം അള്ളാഹുവിന്റെ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത് കാണാം. അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇത്തഖു ശിർക, ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം, ശിർക്കിനെ നിങ്ങൾ ഭയപ്പെടണം, ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംൽ, ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് ശിർക്ക് അരിച്ചു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഉറുമ്പ് അരിച്ചു വരുന്ന ലാഘവത്തിൽ ശിർക്ക് നിങ്ങളിലേക്ക് കയറി വരും. ഇന്ന് ഉമ്മത്തിൽ അധികമായി വിശ്വാസരംഗത്തും കർമ്മരംഗങ്ങളിലും ശിർക്ക് കലരുന്നു എന്നതിൽ സംശയമില്ല. ഭൂരിപക്ഷം ആളുകളും ശിർക്കിൻ്റെ വക്താക്കളായിക്കൊണ്ടാണ് ഇബാദത്ത് ചെയ്യുന്നതും അമലുകളിലൂടെ മുന്നേറുന്നതും. ലാ തഖൂമു സ്സാഅ, അന്ത്യദിനം കടന്നു വരികയില്ല.
ഹത്താ തൽഹഖക ബാഇലും മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ ഹത്താ തഅബുദൽ ഔസാൻ. എൻ്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ശിർക്കിന്റെ വക്താക്കളുമായി വിശ്വാസപരമായി ശിർക്കിനോട് കൂടിയാടുന്ന കാലം വരാതെ, മുശ്രിക്കുകളുമായി കൂടിയാടുന്ന കാലം വരാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ശിർക്ക് അധികരിച്ചു കഴിഞ്ഞാൽ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ എന്താ സംഭവിക്കുക? വമൻ യുശ്രികു ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ. ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. ഒരു പിടുത്തമില്ലാത്തൊരു ജീവിതം, ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത് കാണാം. നോക്കൂ നിങ്ങൾ, ആകാശത്തുനിന്ന് വീണാൽ വല്ല പക്ഷികളും അവനെ റാഞ്ചിയെടുത്തു കൊണ്ടുപോകും. വല്ല പക്ഷികളും അവനെ റാഞ്ചിയെടുത്തു കൊണ്ടുപോകും. ഔ തഹ്വീ ബിഹി അർരീഹു ഫീ മകാനി സഹീഖ്. പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ വല്ല കാറ്റും അവനെ കൊണ്ടുപോയി ഏതെങ്കിലും മൂലകളിൽ അവനെ കൊണ്ടുപോയി തള്ളിയിടും. അങ്ങനെ ഒരു സ്ഥാനവുമില്ലാത്ത ഭൂമിയിൽ തന്നെ അധവദിക്കപ്പെട്ട ഒരു ജനതയായി അവർ മാറുമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ബോധ്യപ്പെടുത്തുകയാണ്. ഏകദൈവ വിശ്വാസം പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിലേക്ക് ബഹുദൈവ വിശ്വാസമായ ആ ശിർക്കിനെ കൊണ്ടുവന്ന് നിറക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസ രംഗത്ത് വരുന്ന പിഴവുകൾ, മുസ്ലിം സമൂഹം ചെയ്യുന്ന പിഴവുകൾ കാരണത്താൽ മറ്റുള്ളവരുടെ കൽബിൽ ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള നല്ല ധാരണകൾ ഇല്ലാതെയാകും. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള നല്ല വിചാരങ്ങൾ മറ്റുള്ളവരുടെ കൽബിൽ നിന്നില്ലാതെയാകും എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ബോധ്യപ്പെടുത്തി തന്നു. സഹോദരങ്ങളെ, മുസ്ലിം സമൂഹത്തിന്റെ ഇസ്സത്തിനെ ബാധിക്കുന്ന വിഷയമാണ് ശിർക്ക്. ആദർശപരമായി ഖുർആനിൽ പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മേഖലകളെ മാറ്റിമറിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഉപദേശം. രണ്ടാമത്തെ മേഖല ഏതാ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒന്ന് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, രണ്ട് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇബാദത്തുകളുടെ കാര്യത്തിൽ മുസ്ലിം സമൂഹം പേരുകൊണ്ട് മാത്രം മുസ്ലിം ആവുകയും അല്ലാത്ത വിഷയത്തിൽ അത് ഇബാദത്തിന്റെ മേഖല വരുമ്പോൾ അകന്നു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ ഭൂമിയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തുന്നത് നിസ്കാരമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്. ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറയുന്ന നിസ്കാരമാണ്, യാതൊരു സംശയവുമില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അൽഹദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാഹ്. അവിശ്വാസികൾക്കും നമുക്കും ഇടയിലുള്ള വ്യത്യാസം അത് നമസ്കാരമാണ്. ഫമൻ തറകഹാ, ആരെങ്കിലും നിസ്കാരത്തെ ഉപേക്ഷിച്ചാൽ ഫഖദ് കഫറ, അവൻ കാഫിറാണ്. കാഫിറാണ്. സഹോദരങ്ങളെ, നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിനോട് യാതൊരു താല്പര്യവുമില്ലാതെ നിസ്കാരമൊന്നും വേണ്ടതില്ല എന്ന മട്ടിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തിയതാണ്. നിസ്കാരത്തിന് നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. 5 വക്തും നിസ്കരിച്ചാലേ ഒരാൾ സ്വർഗത്ത് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. മുസ്ലിം നാമധാരികൾ എന്നറിയപ്പെടുന്നവർ കിട്ടിയ മൈക്കയുടെ മുന്നിൽ വന്ന് നിസ്കരിച്ചാലേ സ്വർഗത്ത് പോകുള്ളൂ, അല്ലെങ്കിൽ ഒരു മുസ്ലിമായ വ്യക്തി നിസ്കരിച്ചാലേ നന്മ ചെയ്താലേ സ്വർഗത്ത് പോകുള്ളൂ എന്നൊക്കെ സ്വർഗത്തെയും ഇസ്ലാമിക വിശ്വാസത്തെയും ഒക്കെ ലാഘവത്തോടു കൂടി പുച്ഛിച്ച് സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസത്തിനും ഇസ്ലാം പഠിപ്പിക്കുന്ന കർമ്മങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. വഹയിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്തിട്ടുള്ളതാണത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. അത് ഏറ്റവും പ്രധാനമാണ് നിസ്കാരം. നിസ്കാരം ഒരു കാരണവശാലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. പേരുകൊണ്ട് മുസ്ലിമായാൽ പോരാ, എൻ്റെ പേര് മുസ്ലിമായാൽ പോരാ, നിസ്കാരം എൻ്റെ ജീവിതത്തിലില്ലേ ഫഖദ് കഫറ, അവൻ കാഫിറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തോന്നിയ പോലെ നിസ്കരിക്കാൻ പറ്റോ? തോന്നിയ പോലെ നിസ്കരിക്കാൻ പറ്റോ? ഇല്ല. കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിശ്ചയിച്ചിട്ടുള്ള നിർബന്ധ കർമ്മമാണ് നിസ്കാരം. നിസ്കാരത്തിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് നിസ്കരിക്കണം, അതിൻ്റെ ക്രമത്തിൽ നിസ്കരിക്കണം. ഞാനെങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കരുത്. നിസ്കാരത്തിനെ നിഷേധിക്കുന്ന, നിസ്കാരത്തിനെ തള്ളിപ്പറയുന്ന, നിസ്കാരത്തിൽ നിന്ന് അവഗണിച്ച് മനഃപൂർവ്വം ഒഴിവാക്കി കളയുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് തർക്കമില്ല. കാരണം അവർ കാഫിറാണെന്ന് മാത്രമല്ല, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം, വലാ തത്റുഖുസ്സലാ മക്തൂബത്തൻ മുതഅമ്മിദ, നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട നമസ്കാരത്തെ ആരെങ്കിലും മനഃപൂർവ്വം അത് ഒഴിവാക്കി കളഞ്ഞാൽ, ഫമൻ തറക്കഹാ മുതഅമ്മിദ, ആരെങ്കിലും മനഃപൂർവ്വം നമസ്കാരത്തെ ഒഴിവാക്കി കളഞ്ഞാൽ, ഫഖദ് ബരിഅത് മിൻ ദിമ്മത്തില്ലാഹ്, അവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം, അവന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കുകയാണ്. നിസ്കാരം നിലനിർത്തുന്നവന്റെ സംരക്ഷണം അല്ലാത്തവന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തള്ളിക്കളയുമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നത് കാണാം. ഒഴിവാക്കും, അള്ളാഹുവിൻ്റെ സംരക്ഷണ വലയത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ബോധ്യപ്പെടുത്തി തന്നു. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരാൾ നിസ്കാരം പൂർത്തിയായി നിസ്കരിച്ചു കഴിഞ്ഞ് സലാം വീട്ടി കഴിയുമ്പോൾ നിസ്കാരം പറയുമത്രേ, നമസ്കാരം സംസാരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എന്താ നിസ്കാരം എന്ന ഇബാദത്ത് പറയും, ഹഫിളക്കല്ലാഹ് കമാ ഹഫിളതനീ, ഹഫിളക്കല്ലാഹ്, അല്ലാഹു നിന്നെ സംരക്ഷിക്കട്ടെ, എന്നെ നീ സംരക്ഷിച്ചതുപോലെ, എന്നെ നീ നിലനിർത്തുന്നത് പോലെ, എന്നെ നീ സംരക്ഷിക്കുന്നത് പോലെ നിന്നെ റബ്ബ് സംരക്ഷിക്കട്ടെ എന്ന് നിസ്കാരം പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുകയാണ്. ലയ്യഅകല്ലാഹ്, നിസ്കാരം ഒഴിവാക്കുന്നവനെ സംബന്ധിച്ച് നമസ്കാരം പറയും, ലയ്യഅകല്ലാഹ് കമാ ലയ്യഅതനീ, അല്ലാഹു നിന്നെ കൈവിടട്ടെ, നീ എന്നെ കൈവിട്ടതുപോലെ, നീ എന്നെ കൈയൊഴിഞ്ഞതുപോലെ പടച്ച റബ്ബ് നിന്നും കൈയൊഴിയട്ടെ എന്ന് നിസ്കാരം സംസാരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അഖിമിസ്സലാഹ്, നിസ്കാരം നിങ്ങൾ നിലനിർത്തണം, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ നീചവൃത്തികളിൽ നിന്നും എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും മനുഷ്യന് സംരക്ഷണം നൽകുന്നതാണ് നിസ്കാരം. മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഇബാദത്താണ് നിസ്കാരം. അതുകൊണ്ട് നമസ്കാരം ഒരാൾ ഒഴിവാക്കി കളഞ്ഞാൽ അവൻ്റെ സ്ഥാനത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച വചനം സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തുന്നത്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാഹ്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അവർക്ക് ശേഷം ഒരു പിന്മുറക്കാർ വരുന്നുണ്ട്. ഒരു തലമുറ നിസ്കാരം നിലനിർത്തി പോകുന്നൊരു തലമുറയെ സംബന്ധിച്ച് അള്ളാഹു പരാമർശിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയൊരു തലമുറയെ സംബന്ധിച്ച് പറയാണ്, അളാഉസ്സലാ, ആ പിന്നീട് വരുന്ന ജനത നമസ്കാരം അവർ ഒഴിവാക്കി, വത്തബഉ ശഹവാത്ത്, അവർ തോന്നിവാസത്തിൻ്റെ പിന്നാലെ പോയി. നിസ്കാരം ഒഴിവാക്കിയിട്ട് തോന്നിയ പോലെ ഹവക്കനുസരിച്ച്, സ്വന്തം ഇച്ഛക്കനുസരിച്ച് അവർ ജീവിക്കാൻ തുടങ്ങി. ഫസൗഫ യൽഖൗന ഗയ്യാ, ദുർമാർഗത്തിൻ്റെ ഫലം അവർക്ക് നാം കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഫലം അവർക്ക് അല്ലാഹു നൽകുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമസ്കാരമെന്ന ഇബാദത്തിനെ ഒഴിവാക്കുന്ന ആളുകൾക്ക് ഇഹലോകത്തും നിന്ദ്യതയാണ്, പരലോകത്തും നിന്ദ്യതയാണ്. നിങ്ങൾ നോക്കൂ, ജൂതന്മാരുമായി ബന്ധപ്പെട്ട യുദ്ധത്തെ സംബന്ധിച്ച് പരാമർശിച്ചല്ലോ ഞാൻ തുടക്കത്തിൽ. അവിടെ മുസ്ലിമീങ്ങൾ ജൂതന്മാരോട് സംസാരിക്കുന്നൊരു സംസാരത്തെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ജൂതന്മാരെ നോക്കി മുസ്ലിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നൊരു കാലം വരും, അന്ന് മരങ്ങളും അതുപോലെ കല്ലുകളൊക്കെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു കാലമായിരിക്കും, അന്ന് നിങ്ങളെ ഞങ്ങൾ പരാജയപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അന്ന് ഈ ജൂതന്മാരായ ആളുകൾ മുസ്ലിമീങ്ങളോട് പറഞ്ഞ വാക്കിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത് കാണാം. ഹുവല്ലദീ യകൂനു അദദ മുസല്ലീഹിം ഫീ സ്വലാത്തിൽ ഫജ്രി ബിഖബ്ലി അദദ മുസല്ലീന ഫീ സ്വലാത്തിൽ ജുമുഅ. നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പേടിയില്ല, സുബഹിൻ്റെ ജമാഅത്തിന്, നിങ്ങളുടെ കൂട്ടത്തിൽ സുബഹിൻ്റെ ജമാഅത്തിന് വെള്ളിയാഴ്ച ജുമുഅക്ക് ആളുകൾ പങ്കെടുക്കുന്നത് പോലെ സുബഹി ജമാഅത്തിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു കാലം വരാനുണ്ട്.
അങ്ങനെ ഒരു കാലത്തെ മുസ്ലിങ്ങളെ ഞങ്ങൾ പേടിക്കേണ്ടതുള്ളൂ എന്ന് ജൂതന്മാർ പ്രതികരിച്ച രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം. ചരിത്രത്തിൽ കാണാം. സുബഹിൻ്റെ ജമാഅത്തിന് ആളുകൾ പള്ളിയിലേക്ക് വരും. എങ്ങനെ? ജുമഅക്കാളുകൾ പങ്കെടുക്കുന്ന പോലെ മുസ്ലിങ്ങൾ സുബഹി ജമാഅത്തിന് വരുന്നൊരു കാലത്തെക്കുറിച്ച് അവർ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തതെന്നാണ്. അങ്ങനത്തെ ഒരു കാലത്തെ വരും, അങ്ങനത്തെ ഒരു കാലം വന്നാലേ മുസ്ലിങ്ങളെ ഞങ്ങൾ പേടിക്കേണ്ടതുള്ളൂ എന്ന് ജൂതന്മാർ പ്രതികരിച്ച രംഗം നമുക്ക് ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. മുമ്പ് കഴിഞ്ഞു പോയ സംസാരങ്ങളെ സംബന്ധിച്ച് ജൂതന്മാരുമായി ബന്ധപ്പെട്ട് നടന്ന സംസാരത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് സഹോദരങ്ങളെ, ഇവിടെ എന്താരോ അവരുടെ കൽബിൽ പേടി എന്ന് പറഞ്ഞാൽ നിസ്കാരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടോ അവൻ്റെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രത്യേക ഇസ്സത്ത് നൽകും. അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണത്തിൻ്റെ വലയം അവന് വേണ്ടി അല്ലാഹു തീർക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും ബോധ്യപ്പെടുത്തി തന്നു. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ ഇസ്സത്ത് നഷ്ടപ്പെടുത്തുന്ന വിശ്വാസപരമായ കാര്യത്തിലും അതുപോലെ തന്നെ കർമ്മത്തിലും പ്രധാനമാണ് ഷിർക്ക് കലരാത്ത വിശ്വാസം സ്വീകരിക്കുകയും നമസ്കാരത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറുക. റഹ്മാനായ റബ്ബ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ മേഖലകളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള വിശ്വാസ കർമ്മ മേഖലകളിലെ സുപ്രധാനമായ 2 കാര്യങ്ങൾ, അതിനെ ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിലനിർത്തി സൂക്ഷിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ കൊണ്ടു നടക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണവും ഈ ആദർശത്തെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ കൽബിൽ ആ ഒരു ആദരവും ബഹുമാനവും നിലനിൽക്കുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ തന്നെ മൂന്നാമത്തത് ഹറാമുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ അധികമായി കൊണ്ടിരിക്കുന്ന കാലം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവസാന കാലഘട്ടം വരുമ്പോൾ മദ്യം പോലെയുള്ള ലഹരി വസ്തുക്കളോട് ആളുകൾ കൂടുതൽ അടുക്കുന്ന, ലഹരി വസ്തുക്കളിൽ മുഴുകി ജീവിക്കുന്നൊരു കാലം. സഹോദരങ്ങൾ, ഏറ്റവും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ലയശ്റബന്ന ഉനാസും മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും. അവർ ഉപയോഗിക്കും അൽ ഖംറ, മദ്യത്തെ. ഖംർ എന്ന പദം കുടിക്കുന്ന വെറും കള്ളിനെ മാത്രം പരാമർശിച്ച പദമല്ല ഖംർ. അന്നത്തെ കാലത്ത് കുടിക്കുന്ന കള്ളായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. ഖംർ എന്നാൽ ബുദ്ധിയെ മരവിപ്പിക്കുന്ന, നമ്മുടെ ശരീരത്തിന് രോഗങ്ങൾ സമ്മാനിക്കുന്ന, ലഹരി വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്ന എല്ലാ വസ്തുക്കൾക്കും പരാമർശിക്കുന്ന പദമാണ് ഖംർ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു, ആ ഖംറിനെ അന്ന് പല പേരുകളിൽ ആളുകൾ വിളിക്കും. യസുമ്മൂനഹ, അതിനെ വിളിക്കും, അതിൻ്റെ പേരുകൾ അറിയപ്പെടും. ബിഗൈരി ഇസ്മിഹ, മറ്റു പേരുകളിൽ അതിനെ വിളിക്കുന്നൊരു കാലം. ഖംർ എന്ന പദം അന്നത്തെ കാലത്ത് കുടിക്കുന്ന കള്ളാണ് അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പിന്നീടുള്ള ജനതയിലേക്ക് വ്യത്യസ്ത പേരുകളിലായിട്ട് ഖംറിനെ അറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിഗരറ്റ് എന്നുള്ള പേരിൽ വരും, ഹാൻസ് എന്നുള്ള പേരിൽ വരും, പാൻപരാക്ക് എന്നുള്ള പേരിൽ വരും, കള്ള് എന്ന പേരിൽ വരും, MDM എന്നുള്ള പേര്, എന്തൊക്കെ ഇന്ന് ലഹരി വസ്തുക്കളുണ്ടോ ആ പേരിലൊക്കെ അത് അറിയപ്പെടും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു മുസ്ഖിരിൻ ഹറാം കുല്ലു മുസ്ഖിരിൻ ഖംറുൻ, എല്ലാ ലഹരികളും ഖംറാണ്, ലഹരി ഉണ്ടാക്കുന്ന മുഴുവനും ഖംറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു ഖംറിൻ ഹറാമുൻ,
എല്ലാ ഖംറും, എല്ലാ ലഹരികളും ഹറാമാണ്. എല്ലാ ലഹരികളും ഹറാമാണ്. അതുകൊണ്ട് ഹറാമിനെ സംബന്ധിച്ചുള്ള ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അത് കുടിക്കുന്നതായാലും വലിക്കുന്നതായാലും ഇഞ്ചക്ഷനിലൂടെ ശരീരത്തിലേക്ക് കയറ്റുന്നതായാലും ചുണ്ടിൻ്റെ അടിയിൽ വെക്കുന്നതാണെങ്കിലും ചുണ്ടിൻ്റെ മേലെ വെക്കുന്നതാണെങ്കിലും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒളിപ്പിച്ച് വെച്ച് ലഹരിയുണ്ടാക്കുന്ന രൂപത്തിലുള്ളതാണെങ്കിലും ഹറാമാണ്. പള്ളിയിൽ നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങി നിസ്കാരം കഴിഞ്ഞിട്ട് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരില്ലേ? നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പള്ളിയിലേക്ക് കയറി വരുമ്പോൾ നിസ്കരിക്കാൻ വരുമ്പോൾ പോലും പുകവലിക്കുന്ന ആളുകളില്ലേ സഹോദരങ്ങളെ? പച്ചയായ ഹറാം, എല്ലാ ലഹരികളും ഹറാമാണെന്ന് പഠിപ്പിച്ച ദീന് ആ ഹറാമായ പുകവലിച്ച ദുഷിച്ച നാവ് കൊണ്ട് ദുഷിച്ച വായ കൊണ്ട് അള്ളാഹുവുമായി സംഭാഷണം നടത്താൻ പള്ളിയിലേക്ക് വരുന്ന എത്ര മോശപ്പെട്ട പ്രവർത്തനമാണത്! എത്ര മോശപ്പെട്ട പ്രവർത്തനമാണ്! തിരുത്തി ജീവിക്കാൻ, തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉള്ളി കഴിച്ചിട്ട് പള്ളിയിലേക്ക് വരരുത്. ഹലാലായ വസ്തുവാണ് ഉള്ളി. നമ്മുടെ നാട്ടിൽ ഉള്ളി കഴിച്ചിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരരുത്. കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു വസ്തുവാണ്. പക്ഷേ അത് കഴിച്ചിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരരുതെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? തൊട്ടടുത്ത് നിൽക്കുന്നവൻ്റെ നിസ്കാരത്തിന് വസ്വാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ നിങ്ങളുടെ വായിൽ നിന്ന് ദുർഗന്ധം പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മേഖലയെ പോലും ഇസ്ലാം വിലക്കിയിട്ടുണ്ടെങ്കിൽ പുകവലിച്ച വായ കൊണ്ട് എങ്ങനെയാണ് സഹോദരങ്ങളെ നിസ്കരിക്കാൻ പള്ളിയിൽ വരിക? എങ്ങനെ നിൽക്കാൻ കഴിയും നമുക്ക്? എങ്ങനെ ഈ ഭാഗത്ത് പൂർത്തീകരിക്കാൻ കഴിയും നമുക്ക്? അതുകൊണ്ട് ഹറാമാണെന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ നിന്ന് അത്തരം വൃത്തികേടുകളെ തുടച്ചു മാറ്റാൻ നമുക്ക് കഴിയണം. ഇനി അത് മാത്രമല്ല, നമ്മുടെ മക്കളെയൊക്കെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? മക്കളൊന്ന് ചുംബിക്കാൻ പറ്റുമോ? പുകവലിച്ച് വന്നുകൊണ്ടിരിക്കെ കാണുന്ന സഹോദരൻ്റെ കൂട്ടുകാരൻ്റെ കയ്യ് ഒരു മുസാഫാത്ത് കൊടുക്കാൻ, കയ്യൊന്ന് കൊടുക്കാൻ നമുക്ക് മനസ്സ് തട്ടി ആ കയ്യൊന്ന് പിടിക്കാൻ കഴിയുമോ? നമ്മുടെ കയ്യിലും നാറ്റാണ്, മുഖത്ത് വായിലും നാറ്റാണ്. സുജൂദ് കിടന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ വായിൽ നിന്ന് വന്ന ആ ശ്വാസം തട്ടിയ സ്ഥലത്ത് പോലും ദുർഗന്ധവാൻ അല്ലേ? നമ്മുടെ ഇസ്സത്തിനെ ബാധിക്കുന്ന വിഷയമല്ലേ? ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ, നമ്മുടെ ക്വാളിറ്റി നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഉൾക്കൊണ്ട ആദർശത്തിന്റെ മഹിമ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന മഹാ അത്ഭുതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിന്റെ ദീൻ എന്നറിയപ്പെട്ട ആ ദീൻ സ്വീകരിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കണം, അവന്റെ ക്വാളിറ്റി എന്തായിരിക്കണം, അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഹറാമുകളെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തശ്രിബുൽ ഖംറ, നിങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ, തീർച്ചയായും ലഹരി വസ്തുക്കൾ മറ്റു തിന്മകളിലേക്കുള്ള കവാടമാണ്, മറ്റു തിന്മകളുടെ താക്കോലാണ്, മറ്റു പാപങ്ങളുടെ താക്കോലാണ്. കള്ളു കുടിച്ചവൻ എന്ത് തോന്നിവാസം ചെയ്യാൻ മടിക്കൂല. അതെ, കഞ്ചാവിന് അഡിക്റ്റായവൻ ഏത് തോന്നിവാസം ചെയ്യാനോ മടിക്കൂല. ഒരു തോന്നിവാസത്തിനും മടി തോന്നൂല. അതുകൊണ്ട് എല്ലാ ഹറാമുകളെയും എല്ലാ ലഹരികളെയും നിങ്ങൾ ഒഴിവാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഈ മൂന്നെണ്ണത്തിന് സഹോദരങ്ങളെ നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞു, വിശ്വാസരംഗത്ത് വരുന്ന ശിർക്ക് എന്ന മഹാപാതകത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഹറാമുകളിൽ വരുന്ന ലഹരിയെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം സഹോദരങ്ങളെ, വിശ്വാസികൾക്കൊരിക്കലും ഭൂഷണമല്ലാത്ത യോജിക്കാത്ത ഒരു വിഷയമാണ് എന്നതുകൊണ്ടാണ് പ്രത്യേകം ആ മൂന്ന് കാര്യങ്ങളെ എടുത്തു പറഞ്ഞത്. അത് മുസ്ലിം സമൂഹത്തിന്റെ ഇസ്സത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. കള്ളുകുടിച്ച് റോട്ടോരങ്ങളിൽ മുഖം കുത്തി വീഴുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, അവന്റെ പേര് മുസ്ലിം എന്ന നാമത്തിലാണ്, അവന്റെ മുസ്ലിമിന്റെ പേരിന്റെ നാമത്തിലാണ് അവൻ അറിയപ്പെടുന്നതെങ്കിൽ അത് ആദർശത്തുമായി ബന്ധപ്പെട്ട് ബാധിക്കുന്ന മേഖലയാണ്. എല്ലാ രംഗങ്ങളും ശുദ്ധീകരിച്ചും ശരിപ്പെടുത്തിയും നമ്മൾ ജീവിക്കണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിനൊരു കാലം വരും, എൻ്റെ ഉമ്മത്തിൻ്റെ കാലം ശത്രുക്കൾ എൻ്റെ ഉമ്മത്തിൻ്റെ നേരെ കുതിച്ചു വരുന്നൊരു കാലമാണ്. എങ്ങനെ?
എങ്ങനെ നോക്കൂ നിങ്ങൾ, വിശന്ന് നിൽക്കുന്നവൻ കൈനീട്ടി വരും ഭക്ഷണത്തിന്റെ തളികയിലേക്ക്, പട്ടിണി കിടക്കുന്നവൻ കൈനീട്ടി വരുന്നത് പോലെ. അതെ, പിന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, സഹോദരങ്ങളെ, അങ്ങനെ വരും എൻ്റെ ഉമ്മത്തിന്റെ നേരെ കഴുകന്മാർ റാഞ്ചിയെടുക്കുന്നത് പോലെ എൻ്റെ ഉമ്മത്തിന് നേരെ ശത്രുക്കൾ കടന്നു വരുന്നൊരു കാലമുണ്ട്. അന്ന് യൻസിഉൽ മഹാബ്ബത മിൻ ഖുലൂബിക്കും, നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സുകളിൽ നിങ്ങളെപ്പറ്റിയുള്ള ഭയവും നിങ്ങളെപ്പറ്റിയുള്ള ബഹുമാനവും നിങ്ങളെപ്പറ്റിയുള്ള ആദരവും അവർക്ക് നിങ്ങളെ ആക്രമിക്കുന്നതില്ലെന്ന്, നിങ്ങൾക്കെതിരെ വാളോങ്ങുന്നതില്ലെന്ന് അവരെ തടയാൻ അത് ഉപകരിക്കും. ആ മഹാബത്ത് നിലനിർത്താൻ വിശ്വാസം ശരിപ്പെടണം, കർമ്മങ്ങൾ ശരിയാവണം, അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവരംഗങ്ങൾ നന്നാക്കിയെടുക്കണം. എങ്കിലേ നമ്മളെ സംബന്ധിച്ചുള്ള ആദരവും ബഹുമാനവും നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആനിനെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകളെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനുള്ളത്, നാളെ എടക്കരയിലെ മലയിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് എടക്കര മണ്ഡലം വിജ്ഞാനവേദി നടക്കാനിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ബഹുമാന്യനായ അർഷദ് അൽ ഹിക്കമി താനൂർ അവറുകളാണ് സംസാരിക്കുന്നത്. മധുരമുള്ള നമസ്കാരം എന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ കൂട്ടി നമ്മുടെ മക്കളെയും കൈപിടിച്ച് നമ്മളെല്ലാവരും അവിടെ എത്തണം, കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ. ഇൻഷാ അള്ളാഹ് രണ്ട് സംസാരങ്ങൾ, നിയാസ് സ്വലാഹിയുടെയും അർഷദ് അൽ ഹിക്കമയുടെയും സംസാരത്തെ നന്നായി ശ്രദ്ധിച്ച് ജീവിതത്തെ വിലയിരുത്താനുള്ള അവസരങ്ങളാണ്, നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ മലയിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇൻഷാ അള്ളാഹ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നടക്കുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരും കുടുംബസമേതം എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഈ നല്ല പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ഹറാമുകളിൽ നിന്നും വിട്ടു നിൽക്കാനും ശിർക്കിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദിൽ അടിയുറച്ച് നിൽക്കാനും ഇബാദത്തുകളിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി മുന്നേറാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ചെറുതും വലുതുമായ സകല പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിന് അള്ളാഹു സമാധാനം നിലനിർത്തി തരുമാറാവട്ടെ. ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒട്ടനവധി തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി പോകുന്ന ഭരണകൂടങ്ങളുണ്ട്. അള്ളാഹു അവരിൽ നിന്ന് ഈ നാടിനെ അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ. ഈ നാടിന് അള്ളാഹു സമാധാനം നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളും നമ്മിൽ നിന്ന് അകറ്റി സലാമത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين.